ഓഫീസർ ഓൺ ഡ്യൂട്ടി. ആദ്യമേ പറയട്ടെ, UA16+ റേറ്റഡ് ആണ് ഈ ചിത്രം. അതായത് കുട്ടികൾക്ക് അനുയോജ്യമല്ലാത്ത ഒട്ടനവധി രംഗങ്ങൾ ഇതിലുണ്ട്. അവരെയും കൂട്ടി ഈ ചിത്രം കാണുന്നത് പരമാവധി ഒഴിവാക്കുക. ഇനി സിനിമയിലേക്ക് കടന്നാൽ, CA ഹരിശങ്കർ ആലുവ പോലീസ് സ്റ്റേഷനിൽ ചാർജ് എടുക്കുന്നത് മുതലാണ് കഥ തുടങ്ങുന്നത്. ഒരു സാധാരണ സ്വർണ്ണപ്പണയ കേസിന്റെ അന്വേഷണം വലിയൊരു ഡ്രഗ് മാഫിയയിലേക്ക് എത്തുന്നതും തുമ്പില്ലാതെ കിടന്നിരുന്ന പല ആത്മഹത്യകളുടെയും ചുരുളഴിയുന്നതുമാണ് ഇതിവൃത്തം. ജോസഫ്, നായാട്ട് തുടങ്ങിയ ചിത്രങ്ങളുടെ എഴുത്തുകാരനായ ഷാഹി കബീറിന്റെ പേരാണ് ഈ സിനിമ റിലീസ് ദിവസം തന്നെ കാണാനുള്ള പ്രധാന കാരണം. ഒരു ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ എന്ന രീതിയിൽ പ്രേക്ഷകരെ അവസാനം വരെയും എൻഗേജ് ചെയ്യിക്കുന്നതിൽ ഷാഹിയും സംവിധായകൻ ജിത്തു അഷ്റഫും വിജയിച്ചിട്ടുണ്ട്. പടത്തിന്റെ ഏറ്റവും ഹൈ എന്ന് പറയുന്നത് കുഞ്ചാക്കോ ബോബന്റെ പെർഫോമൻസ് ആണ്. മുന്നേയും സീരിയസ് റോളുകളിൽ ചാക്കോച്ചൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇതിലെ CI ഹരിശങ്കർ വൺ ഓഫ് ഹിസ് ബെസ്റ്റ് എന്ന് തന്നെ പറയണം. ഇൻട്രൊഡക്ഷൻ സീനിൽ തന്നെ വെളിവാക്കപ്പെടുന്ന ആ കഥാപാത്രത്തിന്റെ സ്വഭാവം പടം തീരും വരെയും ഗ്രാഫ് താഴാതെ ചാക്കോച്ചൻ കൊണ്ടുപോയിട്ടുണ്ട്. വില്ലൻ ഗ്യാങ്ങിനെയും പരാമർശിക്കാതെ വയ്യ, പ്രത്യേകിച്ച് കുപ്പി അഥവാ വിശാഖ് നായർ. അത്രത്തോളം ഒരു ഭീകരാന്തരീക്ഷം ഈ സിനിമയിൽ സൃഷ്ടിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ആ അന്തരീക്ഷത്തെ പരമാവധി ബൂസ്റ്റ് ചെയ്തത് പശ്ചാത്തല സംഗീതം നൽകിയ ജെയ്ക്സ് ബിജോയാണ്. ക്ലൈമാക്സ് പോർഷനിലെ BGMൽ ഇടയ്ക്കിടെയുള്ള നിശബ്ദതകളിലാണ് ഭയം എലിവേറ്റ് ചെയ്യപ്പെട്ടതെന്ന് നിസ്സംശയം പറയാം. ചിത്രത്തിന്റെ പോരായ്മകളായി തോന്നിയത് ചില ഭാഗങ്ങളിലെ ലോജിക് ഇല്ലായ്മയും, അതുപോലെ തൊട്ടടുത്ത സീനിന് സാധ്യത കിട്ടാനായി കഥാപാത്രങ്ങളെ കൊണ്ട് പറയിപ്പിച്ച ചില അനാവശ്യ ഡയലോഗുകളുമാണ്. അവ കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇതിലും മികച്ചു നിന്നേനെ ഈ ചിത്രം. മൊത്തത്തിൽ ക്രൈം ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് കാണാവുന്ന ഒന്നാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. നിലവിലെ പ്രേക്ഷക പ്രതികരണം വെച്ച് നോക്കുമ്പോൾ ഒരു സൂപ്പർ ഹിറ്റ് ആവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് ഈ ഓഫീസർക്ക്. താങ്ക് യു.